MLA എന്ന രീതിയിലും മന്ത്രി എന്ന രീതിയിലും നമുക്കറിയാം മന്ത്രിമാരൊക്കെ കുറഞ്ഞ സമയം നമുക്ക് മണ്ഡലങ്ങളിൽ കിട്ടാറുള്ളൂ. എന്നാൽ മുഹമ്മദ് റിയാസ് ഈ നാട്ടിലൊരു നാട്ടുകാരായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ വികസനമാണ് വികസനം, നാട്ടിന്റെ വികസനം, പശ്ചാത്തല സൗകര്യം, ജനങ്ങളുടെ വികസനം. നമ്മൾ ഈ PV അൻവർ എന്നുള്ള പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങി കുറച്ച് കാലങ്ങളായി. അപ്പോൾ അങ്ങനെ നിരന്തരം ഓന്തിനെ പോലെ നിറം മാറുന്ന ഇദ്ദേഹത്തിനൊക്കെ ഇവിടുത്തെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറാവുന്ന ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അടിച്ചുപൊളി ഭരണമല്ലേ റിയാസിന്റെ. ഏറ്റവും നല്ല മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്. ഈ മണ്ഡലത്തിൽ തന്നെ ഏകദേശം 1500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റാവുന്ന വലിയ വികസനം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണ്, ചന്ത താലൂക്ക് ഹോസ്പിറ്റൽ. ഇന്ന് അത്യാധുനിക നിലവാരത്തിലേക്കുള്ള വലിയ ഒരു ഹോസ്പിറ്റലാക്കി മാറ്റാനും ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വലിയ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും ഒരു 5 വർഷക്കാലത്തേക്കുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വലിയ ഉപകാരപ്രദമാവും തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ രാമനാട്ടുകരയാണ്, രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ആരെന്നും നോക്കാതെ, മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റികളോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ഭരണം ആര് നടത്തുന്നതെന്നുള്ളത് MLA എന്ന രീതിയിൽ നോക്കാതെ എല്ലാ മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്ത് ആയാലും കടലുണ്ടി ആയാലും ഫറൂഖ് ആയാലും രാമനാട്ടുകര ആയാലും കോർപ്പറേഷൻ പരിധിയിലൊക്കെ മണ്ഡലത്തിൻ്റെ സർവ്വ മേഖലകളിലും അത് രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ കൃത്യമായിട്ട് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ മുഹമ്മദ് റിയാസിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം മന്ത്രിമാരെയൊക്കെ കുറഞ്ഞ സമയം നമുക്ക് മണ്ഡലങ്ങളിൽ കിട്ടാറുള്ളൂ. എന്നാൽ മുഹമ്മദ് റിയാസ് ഈ നാട്ടിലൊരു നാട്ടുകാരനായി മാറിയിരിക്കുകയാണ്. ഈ 5 വർഷവും അദ്ദേഹം കടന്നു ചെല്ലാത്ത വീടുകളോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ടാവില്ല. എല്ലാ സ്ഥലത്തും അദ്ദേഹം നിറഞ്ഞ് പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ റിയാസ് വരണോ അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. റോഡുകളുണ്ടായി, റോഡുകൾ ഓവർബ്രിഡ്ജ് റോഡ് വന്ന് അരി കിട്ടണ്ടിരിക്കും, പെൻഷൻ കിട്ടണ്ട്, പിന്നെന്താ നമുക്ക് വേണ്ടത്? അടിച്ചുപൊളി ഭരണമല്ലേ റിയാസിൻ്റെ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ എൻ്റെ 5 വയസ്സായ മോനും വെച്ച് കഴിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് കാത്തുന്ന ഒരൊറ്റ ഓട്ടോറിക്ഷക്കാർ വരലില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ വണ്ടി വരണം ഓവർബ്രിഡ്ജ് റോഡ്. അത് റിയാസ് ഉണ്ടായതുകൊണ്ടല്ലേ. അത് നമുക്ക് മറക്കാൻ പാടില്ല. തിന്ന ചോറിന് നന്ദി കാട്ടണം, മനസ്സിലായോ? അതാണ് റിയാസ്. റിയാസിന് എന്നെ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. എൻ്റെ വോട്ട് ഞാൻ അപ്പം ഒന്ന് ചെയ്ത് എൻ്റെ മോന് വേണ്ടിയിട്ട് 32 വയസ്സായ മോന് ഞാൻ ഇപ്പോൾ ഒരു വോട്ട് ഞാൻ ചെയ്ത്. അതിൻ്റെ അടയാളാണിത്. പഴയ കാലത്ത് വെച്ച് നോക്കും, ഈ കഴിഞ്ഞ 10 വർഷത്തെ വികസനം തന്നെ നമ്മളെ പാലങ്ങളും പിന്നെ റോഡുകളും ഓവർ ബ്രിഡ്ജുകളും അങ്ങനെ കാണാം. അതുപോലെ പെൻഷനുകൾ, സാമൂഹ്യക്ഷേമ പെൻഷനെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നൊരു കാര്യം. 2000 രൂപ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഒരു വീടുകളിൽ കിട്ടുന്നത്. ഇപ്പോൾ 1-2 ഇപ്പോൾ അച്ഛനമ്മമാർക്ക് കിട്ടുമ്പോൾ 4000 രൂപ മാസം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വിഷുവിന് അനുബന്ധിച്ച് 2 മാസം ഒന്നിച്ച് കൊടുക്കുകയും ചെയ്ത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷം തന്നെയാണ് വരേണ്ടത്. ഈ തുടർഭരണം തന്നെയാണ് നമ്മളൊരു ലക്ഷ്യം. ഇത് മാത്രം പറഞ്ഞു പോവില്ല, നമ്മുടെ മത്സരിക്കുന്ന എതിരാളിനെ കുറിച്ച് കൂടി പറയണ്ടേ. അപ്പോൾ അതും കൂടി പറയുമ്പോഴാണല്ലോ കംപ്ലീറ്റായി വരിക. അത് ഞാനൊരു രാഷ്ട്രീയം എന്നുള്ള ഒരു വിലയിരുത്തൽ മാത്രമല്ല, നമുക്ക് അദ്ദേഹത്തിനെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഈ PV അൻവർ എന്നുള്ള പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങി കുറച്ച് കാലങ്ങളായി. എന്നാൽ അദ്ദേഹം ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏതൊക്കെ പാർട്ടിയിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ ഏത് പാർട്ടിയിലാണെന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് തന്നെ പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ അങ്ങനെ നിരന്തരം ഓന്തിനെ പോലെ നിറം മാറുന്ന ഇദ്ദേഹത്തിനൊക്കെ ഇവിടുത്തെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറാവുന്ന ഞാനൊക്കെ വിശ്വസിക്കും. പ്രത്യേകിച്ച് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ ആരും ഒരു കാര്യത്തിലൊക്കെ ഉറച്ചു നിൽക്കണ്ടേ. എന്തെല്ലാം പറഞ്ഞാൽ നമ്മൾ കേട്ടതല്ലേ. ഇപ്പം ഇതാണ് നമ്മളെ പ്രഖ്യാപന ലക്ഷ്യം എന്നുള്ള പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അവസാനം ഇപ്പോൾ എവിടെ ചെന്നെത്തി. അവിടെ അത് യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇടതുപക്ഷം തന്നെയായിരിക്കും ഇവിടെ. മുഹമ്മദ് റിയാസ് തന്നെ ജയിക്കാനാണ് 100% സാധ്യത തന്നെയാണ്. UDFും പ്രവർത്തകർ ചില്ലറ ആളുകൾ മാത്രമാണ് അൻവറിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞത് 2009 മുഹമ്മദ് റിയാസ് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റതാണ്, അത് നന്നായി എന്നാണ് പറഞ്ഞത്. അത് നന്നായി, അത് ഗുണമായി. അപ്പോൾ എന്തുകൊണ്ട് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു മന്ത്രിനെ നമുക്ക് കിട്ടിയത്, നമ്മളെ മണ്ഡലത്തിലേക്ക് കിട്ടിയത്. അത്രയും കോൺഗ്രസ് പ്രവർത്തകർ വരെ അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അൻവർ കേരള രാഷ്ട്രീയത്തിലെ PC ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെ കേരള രാഷ്ട്രീയത്തിലെ ചവറ്റുകൊട്ടയിലാണ് ഇപ്പോൾ സ്ഥാനം. PC ജോർജിൻ്റെ അതേ സ്ഥാനത്ത് അൻവർ എത്തും. അൻവർ ഭാവിയിൽ ഈ കേരള രാഷ്ട്രീയത്തിലെ ചവറ്റുകൊട്ടയിൽ എത്താനുള്ളൊരു വ്യക്തിയാണ്. അതുതന്നെയാണ് ഇപ്പോൾ അൻവറിനെ കുറിച്ച് പറയാനുള്ളത്. കേരളത്തിൽ ഒരു വീടും സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റാത്ത ഒറ്റ വീട് പോലും കേരളത്തിൽ ഇന്നില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് പെൻഷൻ അല്ലെങ്കിൽ 1000 രൂപ മറ്റേ സഹായം
ഈ സഹായം ഇല്ലാത്ത ഒരു വീടും കേരളത്തിലില്ല. അങ്ങനെ അതാണ് വികസനം. ജനങ്ങളെ വികസനമാണ് വികസനം, ഒരു നാട്ടിൻ്റെ വികസനം, പശ്ചാത്തല സൗകര്യം, ജനങ്ങളെ വികസനം. അതുകൊണ്ടാണ് ഈ സർക്കാർ വീണ്ടും തുടരണമെന്ന് നമ്മളെപ്പോലത്തെ ആഗ്രഹിക്കുന്നു. കണ്ണൂർ മേൽപ്പാലം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തുറക്കുന്ന റിയാസ് എന്ന് പറഞ്ഞത് അതും ഇതായി വന്ന് ഒക്കെ നല്ല ഉഷാറായിപ്പോയി. പിന്നെ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ഒരു 10-15 കൊല്ലമായി ഇന്ന് വരെ കിട്ടാമെന്നില്ല. ഈ ഇവര് വരച്ചതിൻ്റെ ആദ്യം കുറേ പൈസ കിട്ടാണ്ടേനി, അത് കിട്ടിയില്ലേ. ഇവര് വരച്ചതിൻ്റെ ആ കിട്ടാനുള്ളതൊക്കെ 8-9,000 കിട്ടി, ആ പൈസയും കിട്ടി. പിന്നെ ഇപ്പോൾ ഇവര് കയറിയതിൻ്റെ ദിവസം അപ്പോൾ പെൻഷൻ മുഴുവൻ നല്ല വരണം, അതല്ലേ അധികാരത്തിൽ വരണം. അല്ല അധികാരത്തിൽ വന്നാലേ നമ്മളുള്ള കാര്യം പറഞ്ഞു. നമ്മളൊരാൾ കള്ളത്തരം പറയില്ല. ജനിച്ചത് ഇവിടെ എല്ലാവരും അറിഞ്ഞ റോഡുകളും ഇടവഴികളും ഒക്കെ എല്ലാ പുരോഗതി ഇവിടെ കോർപ്പറേഷനിലായാലും പഞ്ചായത്തിലായാലും നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബേപ്പൂർ പഞ്ചായത്തിലാണ്, അവിടെയൊക്കെ നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. തെറ്റില്ലാത്തൊരു വികസനമാണ്. ഇടവഴികൾ 3 വീട്ട് ഇടവഴികളും റോഡുകൾ ഇന്റർലോക്ക് ഇട്ട് റോഡ് തന്നെ കോൺക്രീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ 1000 രൂപ, പിന്നെ സ്ത്രീകൾക്കുള്ള 1000 രൂപ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. ഇനിയും അധികാരത്തിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഭരണ തുടർച്ച വേണമെന്നാണ്. ഞാൻ ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്, പെൻഷൻ കൊടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഈ ആളുകളെടുത്ത് പോകുമ്പോൾ ആളുകളെ മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. 370 ആളെടുത്ത് ഞാൻ പെൻഷൻ കൊടുക്കണം. അവരൊക്കെ ഇന്നിപ്പോൾ കൃത്യമായിട്ട് പെൻഷൻ കുടിശ്ശികയില്ലാണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഭരണ തുടർച്ച വേണമെന്നാണ് ആളുകൾ പറയുന്നത്. പിന്നെ ഈ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മോശമുള്ള റോഡുകൾ കാണൂല. ഞങ്ങളൊക്കെ ഏറ്റവും വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞങ്ങൾ ഈ ഫറോക്ക് ടൗണായിട്ട് ബന്ധപ്പെടാൻ കഴിയാണ്ട ബുദ്ധിമുട്ടിയ കാലം ഉണ്ടായിന്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു റോഡായി. ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ വരും, അന്ന് വരൂലേനി. അങ്ങനെയുള്ള സ്ഥിതിയേനി. അതിൽ മാറ്റം വന്ന്. എന്നാലും ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. റെയിൽവേ പുരാതനമായിട്ടുള്ള റോഡ് റെയിൽവേ തടഞ്ഞു വെച്ചുകൊണ്ട് എളുപ്പത്തിൽ പോകാനുള്ളൊരു വഴി ബ്ലോക്കായി കിടക്കുക. അതിപ്പോൾ കേന്ദ്രം ഭരിക്കണ കക്ഷി വിചാരിച്ചിട്ട് നടക്കില്ല, പിന്നെ പഞ്ചായത്തുകൾ വിചാരിച്ചിട്ട് നടക്കില്ല എന്ന് ഉറപ്പല്ലേ. അത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം, ആ റോഡ് പൊളിഞ്ഞിടക്കണേ. അത് പണ്ട് ടാർ ചെയ്ത റോഡാണ്. അത് പുനർനിർമ്മാണം നടക്കണ സമയത്ത് റെയിൽവേ തടഞ്ഞതാ. IOCൻ്റെ പടിഞ്ഞാറ് ഭാഗമുള്ള റോഡ്, IOCൻ്റെ സമീപപ്രദേശത്തുള്ള റോഡുകൾ വരെ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടാണ് നല്ല റോഡുകൾ ഫുള്ള് വന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ബസ് പോണ റോഡായി മാറി, കരിവന്തിരത്തേക്കുള്ള ഷോർട്ടായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും ഈ തുടർഭരണം വേണം എന്നുള്ളതാണ്. കാരണം 10 വർഷം കൊണ്ട് നമുക്ക് നാട്ടിലുണ്ടായ മാറ്റങ്ങളൊക്കെ എല്ലാം അമേസിങ് മാറ്റങ്ങളാണ്. അപ്പോൾ ഇനിയും ഇതേമാതിരി ഒരു ഭരണം വന്നാലേ നമ്മളെ പുതിയ തലമുറയ്ക്ക് സൂപ്പറായിട്ട് ഇവിടെ ലൈഫ് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുള്ളൂ. ഓക്കെ.